ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആനുവൽ എക്സാമിൻ്റെ സമഗ്ര പ്ലസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോഷ്യൽ സയൻസ് ആണ് നോക്കുന്നത്, മലയാളം മീഡിയമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി നടപ്പിലാക്കി വരുന്ന ചില പരിപാടികളും അവയുടെ സവിശേഷതകളുമാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. പട്ടിക നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ലൈഫ് മിഷനാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് എഴുതണം. സവിശേഷത തന്നിട്ടുണ്ട്, സുരക്ഷിതത്വവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കുക എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ആരാണ്? ഭൂരഹിതർ, ഭൂരഹിത ഭവനരഹിതർ, ഭവനം പൂർത്തിയാക്കാത്തവർ, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർ, ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെയാണ് ലൈഫ് മിഷൻ പദ്ധതിയുള്ളത്. അടുത്തത് കൈവല്യയാണ്. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. സവിശേഷത എന്ന് പറയുന്നത് അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ്. ഇനി പ്രതിഭാധീരം എന്ന് പറയുന്നത് ആർക്കാണ്? തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ളതാണ്. വിദ്യാഭ്യാസ പുരോഗതിക്കുള്ളതാണ് ഈ ഒരു പ്രതിഭാധീര എന്ന് പറയുന്ന പദ്ധതി. ഇനി ജനനി ജന്മരക്ഷയാണ്. ഗോത്രവർഗ വിഭാഗത്തിലെ ഗർഭിണികൾ, അമ്മമാരെ ഇവർക്കുള്ളതാണ്. സവിശേഷത എന്ന് പറയുന്നത് പോഷകാഹാര ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിലെ ബി ചോദ്യം, ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധിത കായിക തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? എ ഓപ്ഷൻ തീരമൈത്രി പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഗോത്രബന്ധു, കൈവല്യ. ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. പ്രവർത്തനം 2 സൗരയൂഥത്തിലെ ചില ഗ്രഹങ്ങളുടെ ചിത്രങ്ങളും അവയുടെ സവിശേഷതകളും താഴെ നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ്? ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം, ഏറ്റവും വലിയ ഗ്രഹം, ചുവന്ന ഗ്രഹം, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. സവിശേഷതകളിൽ നിന്നും ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തി ഉചിതമായി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആദ്യം തന്നിട്ടുള്ളത് ബുധനാണ്. ബുധനുമായി ബന്ധപ്പെട്ടത് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്. അടുത്തത് ചൊവ്വയാണ്. ചൊവ്വ എന്ന് പറയുന്നത് ചുവന്ന ഗ്രഹമാണ്. അടുത്തത് വേഴമാണ്. വേഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗ്രഹമാണ്. ഭൂമി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹവുമാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സവിശേഷതകൾ നമ്മൾ എഴുതേണ്ടത്. ബി ചോദ്യം, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ, ചൊവ്വ, വ്യാഴം, ശുക്രൻ. ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, നെപ്റ്റ്യൂൺ. അടുത്തത് പ്രവർത്തനം 3 ഭൂമിയുടെ ഭ്രമണം, പരിക്രമണം എന്നിവ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. 2 ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ ഭ്രമണം, പരിക്രമണം എന്നിവ യഥാക്രമം ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതാണ്? ചിത്രം എ എന്ന് പറയുന്നത് ഭ്രമണവും ചിത്രം ബി എന്ന് പറയുന്നത് പരിക്രമണവും ആണ്. ഓക്കെ, ചിത്രം എ ഭ്രമണം, ചിത്രം ബി പരിക്രമണം. ഇതിലെ ബി ചോദ്യം നോക്കാം. ഭ്രമണം, പരിക്രമണം എന്നിവയെക്കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഭ്രമണം, എന്താണ് പരിക്രമണം എന്നാണ് നമ്മളവിടെ എഴുതേണ്ടത്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് പരിക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ 365 1/4 ദിവസം വേണം. ഇതിനെ നമ്മൾ ഒരു വർഷമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടിനെയും കുറിച്ചിട്ട് എന്താണോ അതെന്നുള്ളതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. പ്രവർത്തനം 4 നോക്കാം. ഭൂമിയിലെ ചില പ്രദേശങ്ങളിലെ സവിശേഷതകളാണ് താഴെ നൽകിയിരിക്കുന്നത്. മഴ തീരെ കുറവ്, മണൽക്കാറ്റ്, നായകൾ വലിക്കുന്ന സ്ലഡ്ജുകൾ, ഇഗ്ലു, ജലദൗർലഭ്യം, ഹിമക്കരടി, സീൽ, ഹിമമൂങ്ങ, വിശാലമായ മണൽപ്പരപ്പ്, വേട്ടയാടൽ, മത്സ്യബന്ധനം. നൽകിയിരിക്കുന്ന സവിശേഷതകളിൽ നിന്നും ധ്രുവപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ധ്രുവപ്രദേശവുമായി ബന്ധപ്പെട്ടതിൽ ഏതൊക്കെയാണ് കൂട്ടുകാരെ? 1 നായ്ക്കൾ വലിക്കുന്ന സ്ലെഡ്ജുകൾ, അതുപോലെ ഇഗ്ലു, ഹിമക്കരടി, മത്സ്യബന്ധനം, സീൽ, ഹിമമൂങ്ങ, വേട്ടയാടൽ. ഇതൊക്കെയാണ് ധ്രുവപ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ബി ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന 2 പരിസ്ഥിതി സംരക്ഷണ മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ചെയ്യാം? നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം, അല്ലേ? മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളൊക്കെ കത്തിക്കാതിരിക്കുക, കാട്ടുതീ തടയുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്.
അടുത്ത പ്രവർത്തനം നോക്കാം. അഞ്ചാമത്തെ പ്രവർത്തനമാണ് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 സൈൻസ് ആണ്, അടയാളങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലേ. ഒന്നാമത്തേത് എന്താണ്? സൈക്കിൾ സവാരി പാടില്ല എന്നതാണ്. രണ്ടാമത്തേത് കാൽനട യാത്ര അനുവദനീയമല്ല. മൂന്നാമത്തേത് പാർക്കിംഗ് പാടില്ല. നാലാമത്തേത് മുന്നിൽ സ്കൂളുണ്ട്, സൂക്ഷിച്ചു പോവുക. അഞ്ചാമത്തേത് മുന്നിൽ റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ആറാമത്തേത് കാൽനടക്കാർ റോഡ് മുറിച്ച് കടക്കുന്നിടം. ഇതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ബി ചോദ്യം, നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് പരിചിതമായ 2 നിയമങ്ങൾ എഴുതാനും കൂടെ പറയുന്നുണ്ട്. ഏതൊക്കെ നിയമങ്ങളുണ്ട്? ഒരുപാട് നിയമങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലനീതി നിയമം, ബാലവേല നിയമം, പോക്സോ ആക്ട്, അതുപോലെ തന്നെ വിവര സാങ്കേതിക നിയമം, വിവരാവകാശ നിയമം, അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഏതെങ്കിലും 2 എണ്ണമാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. അടുത്ത പ്രവർത്തനം നോക്കാം. 6ാമത്തെ പ്രവർത്തനമാണ് കുട്ടികളുടെ അവകാശ സംരക്ഷണ സന്ദേശം പ്രചരിപ്പിക്കുന്ന ജാഥയിൽ പ്രദർശിപ്പിക്കാനായി പോസ്റ്ററുകൾ തയ്യാറാക്കുകയാണ് നീനു. എ ചോദ്യം, നീനുവിനെ സഹായിക്കാനായി പോസ്റ്ററിൽ ചേർക്കാൻ 2 സന്ദേശങ്ങൾ എഴുതാൻ പറയുന്നുണ്ട്. എന്തൊക്കെ എഴുതാം നമുക്ക്? ബാലവേല ശിക്ഷാർഹമാണ് എന്ന് എഴുതാം അല്ലേ. അതേപോലെ തന്നെ കുട്ടികൾ നമ്മുടെ സമ്പത്താണ്, സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സന്ദേശം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ബി, സുപ്രീം കോടതിയും ജില്ലാ കോടതികളും കൂടാതെ വിവിധതരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കോടതികളുടെ ശ്രേണീഘടന പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഏറ്റവും ഉന്നതിയിലുള്ളത് ഏതാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ നേരെ താഴെയുള്ളത് ഹൈക്കോടതികളാണ്. ഓക്കെ, പിന്നെ ജില്ലാ കോടതികളാണ്. അതിനും താഴെയുള്ളത് കീഴ്ക്കോടതികളാണ്. അപ്പോൾ സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി, ഇങ്ങനെയാണ് കോടതികളുടെ ആ സ്ട്രക്ചർ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കൂട്ടുകാരെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിലെ സി ചോദ്യം, ലോക ബാലാവകാശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഏത് ദിനമാണ്? ഏത് ദിനമാണ്? നവംബർ 20-നാണ് നമ്മൾ ലോക ബാലാവകാശ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. 7ാമത്തെ പ്രവർത്തനം, അവസാനത്തെ പ്രവർത്തനമാണ്. ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ചുവടെ നൽകിയിട്ടുള്ള പട്ടിക വായിച്ച് വിട്ടുപോയവ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പദ്ധതി നിർവഹണം. 1ാമത്തെ പദ്ധതി ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളതാണ്. അത് ആരുടെയാണ്? ഹരിത കേരളം മിഷൻ്റെയാണ്. നിർവഹിക്കുന്നത് ഹരിത കേരള മിഷൻ ആണ്. ഇനി അടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റേതാണ്. പദ്ധതി എന്ന് പറയുന്നത് മാലിന്യമുക്തം കേരളം എന്നുള്ളതാണ്. ഓക്കെ, മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയാണ്. അടുത്തത് കേന്ദ്ര സർക്കാരിൻ്റേതാണ്, ജൽ ജീവൻ മിഷനാണ്. ഓക്കെ, ജൽ ജീവൻ മിഷൻ. അടുത്തത് തെളിനീരൊഴുകും നവകേരളം എന്നുള്ളതാണ്. അത് നിർവഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. 2ാമത്തേത് ബി ചോദ്യം, ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് അവലംബിക്കുന്ന വിവിധ മാർഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, മഴക്കുഴി ഉണ്ടാക്കുക, അതുപോലെ തന്നെ മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന മാർഗങ്ങൾ. ഇനി സി, കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ഓക്കെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ നമ്മൾ എന്താ പറയുന്നത്? നമ്മളതിനെ കാലവർഷം എന്ന് പറയുന്നു. മറ്റൊന്ന് 2 എണ്ണമാണുള്ളത് അല്ലേ. മറ്റൊന്ന് എന്ന് പറയുന്നത് ഏതാണ് കൂട്ടുകാരെ? അടുത്തത് വടക്കു കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷമാണ്. ഓക്കെ, വടക്കു കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സമഗ്ര പ്ലസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും താങ്ക് യു. നല്ല മാർക്കിനെ സ്കോർ ചെയ്യാനും കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.